റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രൂപം ഒരിക്കൽ അള്ളാഹു എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. ഓരോ പ്രവാചകന്മാരും അവരുടെ അനുയായികളും സ്വർഗത്തിൽ കടക്കുന്ന രൂപമാണ് എന്നെ കാണിക്കപ്പെട്ടത്. ഞാൻ നോക്കുമ്പോൾ ഒരു പ്രവാചകൻ മുന്നിൽ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ. ജീവിതകാലം മുഴുവനും ഒരു പ്രവാചകൻ ദഅവത്ത് ചെയ്തിട്ട് ഒരാൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ചില പ്രവാചകന്മാരുടെ രണ്ടുപേരേ ഉള്ളൂ. വേറെ ചിലരുടെ കൂടെ ഒരാൾ പോലും ഇല്ല. ഒരു അനുയായി പോലും സ്വർഗത്തിൽ കിടക്കാനില്ല. അങ്ങനെ ഞാൻ ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോൾ ഒരു വലിയ സംഘം വരുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചു അത് എൻ്റെ അനുയായികളായിരിക്കുമെന്ന്. അപ്പോൾ മലക്ക് എന്നോട് പറഞ്ഞു, അല്ല, അത് മൂസാ നബിയും അനുയായികളുമാണ് ആ പോകുന്നത്. അങ്ങനെ ഇരിക്കെ ചക്രവാളത്തിൽ ഒരു വലിയ കൂട്ടം കണ്ടു, വലിയൊരു കൂട്ടം ആളുകൾ. അപ്പോൾ മലക്ക് എന്നോട് പറഞ്ഞു, അതാണ് താങ്കളുടെ ഉമ്മത്തികൾ. എതിർ ചക്രവാളത്തിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെയും വലിയൊരു സംഘം ഇങ്ങനെ പോകുന്നുണ്ട്, അതും താങ്കളുടെ ഉമ്മത്തികളാണ്. ഈ ഉമ്മത്ത് ധാരാളം സ്വർഗത്തിലുണ്ടാകുക. ഒരിക്കൽ പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുന്നത്, സ്വർഗവാസികളിൽ 4/1 നിങ്ങളായിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറഞ്ഞു, അതെ, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. വീണ്ടും ചോദിച്ചാൽ 3/1 നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവർ പറഞ്ഞു, അതെ. പകുതിയും സ്വർഗവാസികളിൽ പകുതിയും ഈ ഉമ്മത്താകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴും അവർ പറഞ്ഞു, അതെ, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗവാസികൾ 120 സഫാണ്. ഒരു സഫിൽ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവും. അങ്ങനെ 120 സഫ് ആളുകളാണ് സ്വർഗത്തിൽ കടക്കുക. അതിൽ 80 സഫ് നിങ്ങളായിരിക്കും. ബാക്കി 40 സഫാണ് ബാക്കിയുള്ള പ്രവാചകന്മാരുടെ അനുയായികളായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഉമ്മത്തിൽ ധാരാളം ആളുകൾ അല്ലാഹു സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിചാരണ കഴിയുമ്പോൾ ആദ്യം പ്രവാചകന്മാരുടെ വിചാരണയാണ് നടക്കുക. അതിനുശേഷം ആലിമീങ്ങളുടെ വിചാരണ കഴിയും. ആലിമീങ്ങളുടെ വിചാരണ കഴിയുമ്പോൾ അള്ളാഹു ആലിമീങ്ങളോട് പറയും, നിങ്ങളവിടെ നിൽക്കും. സ്വർഗത്തിൽ പോകേണ്ട ആലിമീങ്ങളെ അള്ളാഹു മഹ്ശറിൽ തടഞ്ഞു വയ്ക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ ആളുകളിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നവരെ നിങ്ങൾ ഷഫാഅത്തോട് രക്ഷപ്പെടുത്തുക. ആലിമീങ്ങൾക്ക് ഷഫാഅത്തിന് അധികാരമുണ്ട് എന്നുള്ള മഹ്ശറിൽ. ഓരോ ആലിമിനും അല്ലാഹു അവർക്ക് പരിചയമുള്ള ആളുകളെ ഷഫാഅത്തോട് രക്ഷപ്പെടുത്താനുള്ള അനുമതി കൊടുക്കും. എന്നിട്ടാണ് അവരെ സ്വർഗത്തിലേക്ക് വിടുക. ഖുർആൻ പറയുന്നുണ്ട്, യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. ഓരോ ജനതയും നാം അവരുടെ ഇമാമിന്റെ കൂടെയാണ് വിളിക്കുക. ഓരോ കാലഘട്ടത്തിലെയും നേതൃത്വം കൊടുത്ത ഇമാമിങ്ങൾ, ആലിമീങ്ങൾ, അവരുടെ കൂടെയാണ് ആ സമൂഹത്തെ വിളിക്കുക. അവരുടെ കൂടെയാണ് സ്വർഗത്തിലേക്ക് പോകുക. ഒറ്റയ്ക്ക് ആരും സ്വർഗത്തിൽ പോകില്ല. ഒറ്റയ്ക്ക് പോകുന്ന നരകത്തിലാണ്. മൻ ശദ്ദ ശുദ്ധ ഫിന്നാർ. ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവൻ, നേതൃത്വം വേണ്ട, ആലിമ് വേണ്ട, ഇമാമ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒറ്റപ്പെട്ട ആളുകൾ ഒറ്റപ്പെട്ട നരകത്തിലേക്ക് പോകും. നേതൃത്വത്തിന് കീഴിൽ അണിനിരുന്ന ആളുകളെ ആ നേതൃത്വം ഷഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്കും കൊണ്ടുപോകും. അതുകൊണ്ട് ഐക്യത്തോടെ ജീവിക്കുക, സമൂഹമായി ജീവിക്കുക, അതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴിയും അത് തന്നെയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.